ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ജോലികളൊക്കെ എളുപ്പമാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ്, ഇതേപോലെ നമ്മൾ എന്തെങ്കിലും മീൻ വറുത്താലോ അല്ലെങ്കിൽ ചിക്കൻ അങ്ങനത്തെ എന്തെങ്കിലും വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും അല്ലെങ്കിലും ഇതേപോലെ ഇരിക്കും. ഇത് നമ്മൾ കഴുകുമ്പോൾ നമ്മുടെ സ്ക്രബ്ബർ നന്നായിട്ട് ചീത്തയായി പോവും. അതേപോലെ തന്നെ സിങ്കിൽ മൊത്തം എണ്ണയും ഇതൊക്കെ ആയി പോവും. അപ്പോൾ ഇങ്ങനത്തെ പാത്രമൊക്കെ കഴുകുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് ആട്ടപ്പൊടിയോ മൈദപ്പൊടിയോ എന്തെങ്കിലും ഒരു പൊടി ഇട്ടിട്ട് ഇതേപോലെ പേപ്പർ അറ്റാൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പൊടി അങ്ങ് മാറ്റിയിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഈ ഒരു പൊടി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഒരിത്തിരി പോലും എണ്ണമയം ഉണ്ടാവില്ല. സോപ്പ് ഉപയോഗിക്കാതെ കഴുകിയാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് കഴുകിയിട്ട് കാണിച്ചു തരാവേ. കഴുകിയിട്ട് ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഞാൻ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല. സോപ്പ് ഉപയോഗിക്കാണ്ട് തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് ഒരു എണ്ണ മഴയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും മീനൊക്കെ വറുത്താലോ ഒരുപാട് ചിക്കനൊക്കെ വറുത്താലോ ഉരുളി അങ്ങനത്തെ ഒക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. നമ്മൾ രാവിലെ കടലക്കറിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ച് തലേ ദിവസം കുതിർത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ എണീറ്റ ഉടനെ തന്നെ ഈ ഒരു കുറച്ച് നമുക്ക് ആവശ്യമുള്ള കടല എടുത്തിട്ട് അതൊരു കാസറോളിലേക്ക് ഇടുക. അതിൻ്റെ അകത്തേക്ക് നല്ല തിളയ്ക്കുന്ന വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 15 മിനിറ്റ് ഇങ്ങനെ ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് മൂടിയിട്ട് നല്ലോണം അടച്ച് വെക്കുക. കാസറോളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് സാധാരണ നമ്മൾ തലേ ദിവസം കുതിർത്തിയ കടല പോലെ തന്നെ ഉണ്ടാവും. ഇതെടുത്തിട്ട് നമുക്ക് നേരെ ഒരു 5 വിസിലൊക്കെ മതിയാവും ഈ ഒരു കടല വേവാൻ വേണ്ടിയിട്ട്. അത് കടലേൻ്റെ ഈ ഒരു വേവ് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. എന്നാലും നല്ല തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള കടല പോലെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെറുപയറോ കടലയോ ഗ്രീൻ പീസോ ഒക്കെ കുതിർത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കാസറോളിലേക്ക് നല്ല തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം മാറ്റി വെച്ചാൽ മതി. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ പപ്പടമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അത് പാക്കൊക്കെ പൊളിച്ച് നമ്മൾ ഉപയോഗിച്ച് ബാക്കിയൊക്കെ വരുന്നതുണ്ടാവില്ല. അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നളുത്ത് ഒരു ചീഞ്ഞ പോലെ ആയി പോവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പപ്പടത്തിൻ്റെ പാക്കിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു 3-4 മണി മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് കുടുക്കിയിട്ട് എവിടെയെങ്കിലും വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു ഉലുവ ഇട്ടത് കാരണം ഇത് നന്നായിട്ട് തണുത്ത് പോവുമോ ചീഞ്ഞ് ഇങ്ങനെ കുഴഞ്ഞ പോലെ ആയി പോകുമൊന്നുമില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അത് പിന്നെ നമ്മൾ എടുത്ത് കാച്ചുമ്പം ആദ്യം നമ്മൾ വാങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ടിപ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉണ്ടാവില്ലേ, എല്ലാം കുറേ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്നും നമ്മൾ ഡെയിലി ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. എടുത്ത് വെക്കുമ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വരയോ കുറിയോ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കവർ ഉണ്ടാവില്ലേ, നമ്മളെന്തെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടും ഇതേപോലത്തെ ഒരു കവർ, അല്ലെങ്കിൽ TV ഫ്രിഡ്ജ് അതിൻ്റെ കൂടെയൊക്കെ ഉണ്ടാവും സാധാരണ ഈ ഒരു കവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമ്മളെവിടെയാണോ കിച്ചൺ കബോർഡിലാണെങ്കിൽ അവിടെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ മുഖത്ത് ഇതിൻ്റെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഈ ഒരു കോട്ടിങ്ങിന് ഒരു കേടുപാട് സംഭവിക്കില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അട്ടിക്കട്ടിക്ക് എടുത്തിട്ട് നമുക്കിതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ ഒരു കർപ്പൂരം എടുത്തിട്ട് ഞാനൊരു പഴയ സോക്സ് കട്ട് ചെയ്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്നല്ലേ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല, അതെന്തെങ്കിലും കൊട്ടയിലോ എന്തെങ്കിലും ബക്കറ്റ് പോലുള്ള വലിയ പാത്രത്തിലൊക്കെ ആയിരിക്കുമല്ലോ ഇട്ട് വെച്ചിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഒരു ക്യാരി ബാഗ് പോലത്തെ ഒരു കൊട്ടയിലാണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പം അതിന് അടിയിലോട്ടുള്ള ഡ്രസ്സിനൊക്കെ ഒരു പൂപ്പൽ മണവും ഉണ്ടാവും. പിന്നെ കൂറയൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഈ ഒരു കൂറേൻ്റെ മുട്ടയൊക്കെ വന്നിട്ടിടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു അകത്തേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം പൂപ്പൽ മണം ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും കൂറ അങ്ങനത്തെ പ്രാണീൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പുകയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ. അതിന് ഇത്തിരി ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുകയിലേക്ക് 5 രൂപ ഏതാണ്ടുള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് നമുക്കൊരു കിഡിലൻ ഉപയോഗമുണ്ട്. എങ്ങനെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ എന്തെങ്കിലും മണമൊക്കെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ടോയ്ലറ്റിലുണ്ടാവുന്ന അണുക്കളൊക്കെ നശിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഇതിലേക്ക് നല്ലോണം തിളയ്ക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നിറമൊക്കെ മാറിയിട്ട് വരും കേട്ടോ. നമ്മുടെ ടോയ്ലറ്റിന് ഉണ്ടാവുന്ന ബാഡ് സ്മെല്ല് അതേപോലെ തന്നെ എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഇതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ
ടോയ്ലറ്റിലെ ക്ലോസറ്റിൽ ഫ്ലഷ് ഒന്ന് ഓണാക്കിയ ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കാരണം എന്തെങ്കിലും ബ്ലോക്ക് അതേപോലെ തന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറും. അതേപോലെ തന്നെ ടോയ്ലറ്റൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിക്കും കേട്ടോ ഈ ഒരു പുകയിലിട്ട വെള്ളം കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.